നമ്മുടെ കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ റെഡ് കളറുള്ള ചെമ്പരത്തി, ഈ ഹൈബിസ്കസ്. ഇത് വെച്ചിട്ട് ലൈം അല്ലെങ്കിൽ ടീ ഒക്കെ ഉണ്ടാക്കുന്നത് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എന്നാൽ എല്ലാവരും തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാത്തൊരു കാര്യമാണ് ഈ ഹൈബിസ്കസ് കൊണ്ട് ജെല്ലി മിഠായി. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ജെല്ലി മിഠായി ഈ ചെമ്പരത്തി കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് പല രീതിയിൽ ഉണ്ടാക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അതായത് കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടിക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇപ്പോൾ നാട്ടിൽ ഇഷ്ടം പോലെ വെറൈറ്റി ചെമ്പരത്തിൻ്റെ ഒരുപാട് വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും. അതിൽ പണ്ട് മുതലേ കണ്ടുവരുന്ന, അതും വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന ഈ ഒരു വെറൈറ്റി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. റെഡ് കളറുള്ള ഈ ഒരു ഹൈബിസ്കസ് ഐറ്റമാണ് ഇതിന് വേണ്ടത്. എല്ലാ ചെമ്പരത്തിയും വെച്ചിട്ട് ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് വെച്ചിട്ടാണ് ലൈമൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് റെഡ് കളറും നമുക്ക് കിട്ടുന്നത്. 10 ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പെറ്റൽസ്, അതിൻ്റെ ഇതിലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തിളച്ച വെള്ളത്തിലിടുന്നുണ്ട്. ഇത് ഞാൻ 250 ml വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. ഇഞ്ചിയുടെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചതച്ചിടാം, ഓപ്ഷനിലാണ്. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് മിസ്സായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തിയും ഇഞ്ചിയും ചേർത്ത് ഉടനെ ആ ചെമ്പരത്തിയുടെ റെഡ് കളർ വെള്ളത്തിലാകുമ്പോൾ അത് നല്ല ബ്രൈറ്റ് റെഡ് ആകാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. ചെറുനാരങ്ങ നീര് ഒഴിച്ചപ്പോഴാണ് ഈ നല്ല റെഡ് കളർ വരുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ഉടനെ തന്നെ നമുക്കത് ആ സെയിം പാനിലോട്ട് ഒഴിച്ച് നമ്മളെ ജെല്ലി മിഠായി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. ഈ ഒരു മിശ്രിതം എഗെയിൻ തിളപ്പിക്കണം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇടണം. 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജെലാറ്റിനാണ് ചേർക്കാനുള്ളത്. ചൈന ഗ്രാസ് വെച്ചിട്ടും ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും, പക്ഷേ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ജെലാറ്റിൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. ഞാനിവിടെ 4 ടീസ്പൂണോളമാണ് ജെലാറ്റിൻ എടുത്തിട്ടുള്ളത് 250 ml വെള്ളത്തിന്. ഈ ജെലാറ്റിൻ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക, അല്ല ജെലാറ്റിൻ ഡയറക്റ്റ് ആയിട്ട് ഈ ബോയിലിംഗ് വാട്ടറിലേക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചെമ്പരത്തി മിക്സിലേക്ക് പഞ്ചസാരയും പിന്നെ ചേർത്ത് ജെലാറ്റിനും നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെക്കാം. എനിക്ക് വീഡിയോയിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത് മിസ്സായി എന്ന് വെച്ചിട്ട് നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. അത് മസ്റ്റാണ്. പണ്ടത്തെ എക്സ്പെരിമെൻ്റ് ഓർമ്മയില്ലേ, ലിറ്റ്മസ് പേപ്പറും ആസിഡിൻ്റെയും ഒരു റിയാക്ഷൻ്റെ ഒക്കെ. അപ്പോൾ ആ ഒരു ബ്രൈറ്റ് റെഡ് കളറാണ് ഈ ഒരു ജെല്ലി മിഠായിൻ്റെ അട്രാക്ഷൻ. അത് കിട്ടാൻ ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിക്കുക തന്നെ ചെയ്യണം, സ്കിപ്പ് ചെയ്യരുത്. ഷേപ്പ് ചെയ്യാൻ മോൾഡ് എടുക്കുന്നത് സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ ചൂടോടെ തന്നെ ഒഴിച്ചു വെക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലും ഇത് ഒഴിച്ചു വെക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഒഴിച്ചു വെച്ചാൽ മതി. അതിനുശേഷം റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്താൽ മതി. ഫ്രീസറിൽ വെക്കണമെന്ന് നിർബന്ധമില്ല. പെട്ടെന്ന് റെഡിയാക്കിയിട്ടാണ് ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല. കൂടുതൽ ജെലാറ്റിൻ ചേർത്തെങ്കിൽ പെട്ടെന്ന് സെറ്റാകും. ജെലാറ്റിൻ കുറച്ച് അളവിലേ ചേർത്തിട്ടുള്ളെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടാണ് സെറ്റാകുക. ജെലാറ്റിൻ ചേർത്തതിൻ്റെ അളവിനനുസരിച്ചിരിക്കും ഇത് സെറ്റാവുന്ന സമയവും. ഇത് ഞാൻ നെക്സ്റ്റ് ഡേ ആണ് വീഡിയോ എടുക്കുന്നത്. അപ്പോഴത്തേക്കും ഇതെല്ലാം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ കടയിൽ നിന്ന് വാങ്ങുന്ന ജെല്ലി മിഠായി പോലെ തന്നെ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചേക്കണേ. മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം.